ഗവർണറെ SFI കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. എന്തിനായിരുന്നു ആ പ്രതിഷേധം? യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർക്ക് ചില വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. അത് ഒരു സമ്പൂർണ്ണ അധികാരമല്ല. ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാനും പറ്റില്ല. അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ളവരാവണം. വിവിധ മേഖലകളിൽ പ്രത്യേകമായി കഴിവ് തെളിയിച്ചിട്ടുള്ള അസാധാരണ പ്രതിഭകൾ, അങ്ങനെയുള്ളവരെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത്. അങ്ങനെ നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ പട്ടിക യൂണിവേഴ്സിറ്റിയാണ് ഗവർണർക്ക് സമർപ്പിക്കേണ്ടത്. ആ പട്ടികയിൽ നിന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ടത്. ഇതാണ് കീഴ്വഴക്കം. എന്നാൽ യൂണിവേഴ്സിറ്റികൾ സമർപ്പിച്ച അസാധാരണ പ്രതിഭകളുടെ ലിസ്റ്റ് മാറ്റിവെച്ച് RSSന്റെ ഏറാൻ മൂളികളായ ചിലരെ, കൊലക്കേസ് പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ചിലരെ RSS കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ നാമനിർദ്ദേശം നൽകി. ആ പട്ടിക കോടതി ഇടപെട്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് SFI കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി കൊണ്ട് ക്രൂദ്ധനായ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി വിദ്യാർത്ഥികളെ തെറി വിളിച്ച ശേഷം കാറിൽ മടങ്ങി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാലുമാറിയ അവസരവാദി മാത്രമല്ല, ഒരു വെറ്ററൻ ഗുണ്ട കൂടിയാണ് താൻ എന്ന് കേരളീയരുടെ മുൻപിൽ കേരളത്തിൻ്റെ ബാധ്യതയായ ഗവർണർ തെളിയിക്കുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ കൂറ് ഗവർണറോടാണ്, അഥവാ RSS കാര്യാലയത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ലിസ്റ്റിനോടാണ്, അല്ലെങ്കിൽ ഗവർണർ വിളിക്കുന്ന തെറിയോടാണ്. ഗവർണറുടെ തെറി എന്തു നല്ല തെറി എന്ന നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി, റിപ്പോർട്ടിംഗ് രീതി. മനോരമ നിലവിട്ടെഴുതുന്നു, ഗവർണറുടെ സഞ്ചാരപാത SFIക്ക് ചോർത്തി നൽകി എന്നാണ് എഴുതുന്നത്. ആരാണ് ചോർത്തി നൽകിയതെന്ന് അറിഞ്ഞുകൂടാ. ഗവർണർ സാധാരണ പോകുന്ന വഴിയിലല്ല അത്രേ പോയത്. അപ്പോൾ വഴി മാറിപ്പോയിട്ടും SFI അത് മനസ്സിലാക്കിയത് ഇത് ചോർത്തി നൽകിയത് കൊണ്ടാണ് എന്ന് മനോരമ ഊഹിക്കുന്നു. SFI ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകാനിടയുള്ള എല്ലാ വഴികളിലും കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിന്നിരുന്നു എന്ന് SFIയുടെ സെക്രട്ടറി തന്നെ പറയുന്നു. ജനങ്ങൾ കണ്ടതുമാണ്. ഇനി ഗവർണർ സാധാരണ വഴിയിൽ നിന്ന് മാറിപ്പോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആ കാര്യം ദേശാഭിമാനി മാത്രമാണ് എഴുതുന്നത്. അവസാന നിമിഷം വഴി മാറിപ്പോകണം എന്ന് വാശി പിടിച്ചത് ഗവർണർ തന്നെയാണത്രേ. ഗവർണറുടെ വാശി പ്രകാരമാണ് വഴി മാറിപ്പോയതെന്നും അവിടെയും കാത്തിരുന്ന SFIക്കാരാണ് കരിങ്കൊടി കാണിച്ചതെന്നും മനോരമയ്ക്ക് ചിന്തിക്കാനാവുന്നില്ല. മനോരമയെ സംബന്ധിച്ച് നേരായ വഴിയിലൂടെ ഒന്നും നടക്കില്ല, വളഞ്ഞ വഴിയിലൂടെ മാത്രമേ നടക്കൂ എന്ന് സ്വന്തം പത്രപ്രവർത്തന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനോരമ ധരിച്ചു വെച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ ഒരു അപ്രതീക്ഷിത പ്രതിഷേധം. സ്മോക്ക് സ്പ്രേ ആണ് ഗാലറിയിൽ കടന്നുകൂടിയ ചിലർ പാർലമെന്റിൽ വർഷിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ അവരുയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചോ തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം കടന്നു പോകുന്നില്ല. മറിച്ച് പ്രതിഷേധിച്ചവർക്ക് പാർലമെന്റിൽ പ്രവേശനം ലഭിച്ചത് ഒരു BJP MP പാസ് ഒപ്പിട്ട് നൽകിയതുകൊണ്ടാണ്. ഇത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ MP ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി എന്താകുമായിരുന്നു? ഏതെങ്കിലും ഒരു മുസ്ലിം MP ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തെ സ്ഥിതി? പാർലമെന്റിൽ പ്രത്യേക പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തവർ ഏതാണ്ട് എല്ലാവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ രാജ്യത്ത് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ? ഈ ചിന്തകൾ പലരും നവമാധ്യമങ്ങളിലൂടെ ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ, ഈ ചിന്തകൾ തീർത്തും പ്രസക്തമല്ല എന്ന് പറയാൻ ആവാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ചില ചിന്തകൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാവുന്നുണ്ട്. അതീവ സുരക്ഷയോടുകൂടിയ പുതിയ മന്ദിരമാണ് പാർലമെന്റിന് നിർമ്മിച്ചത് എന്ന
ചിലരുടെ മേനി നടിക്കൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റ നിലയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ 120 ഉദ്യോഗസ്ഥ തസ്തികകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 120 ഒഴിവുകളാണ് സുരക്ഷാ ഭടന്മാരുടേതായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 10 കൊല്ലമായി ഒരാളെപ്പോലും നിയമിച്ചിട്ടുമില്ല. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് പൊതുമേഖലയിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഉള്ളത്. ദശലക്ഷക്കണക്കിന് തൊഴിൽ രഹിതർ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഒരാൾക്ക് പോലും ജോലി കൊടുക്കാതെ യുവജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. ആ നിയമന നിരോധനത്തിൽ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലെ സുരക്ഷാ ഒഴിവുകളും പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വസ്തുത നിർഭയം വിളിച്ചു പറയാൻ അധികം മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല. ദേശാഭിമാനിയാണ് ഈ കാര്യം ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നത്. എന്തിന് ദേശാഭിമാനി എന്ന ചോദ്യത്തിന് ഇങ്ങനെയും ചില മറുപടികൾ നിത്യവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം.